എടാ നീ ഏതാ കേസിലൊക്കെ പെട്ട് അകത്താണെന്ന് അറിഞ്ഞല്ല, നിനക്ക് ജാമ്യം കിട്ടിയാ? ജാമ്യം കിട്ടിയടാ. നല്ല കാര്യം. അല്ല, എന്തിനായിരുന്നു കേസ്? എന്തിനായിരുന്നു? ചെറിയൊരു കഴപ്പിന്റെ പ്രശ്നമായിരുന്നു. നമ്മളെ സിനിമാ നടിയില്ലേ, നമ്മളെ മണി ജോസ്, അവളെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ കൂടെ അപവാദം പറഞ്ഞതായിരുന്നു കേസ്. അപവാദം? നീ എന്തിനപവാദം പറഞ്ഞു? സത്യം പറഞ്ഞാൽ ഞാൻ അപവാദം പറഞ്ഞല്ല, അവളെ പൊക്കി പറഞ്ഞതാണ്. പക്ഷെ അവക്കതൊരു അപവാദമായിട്ട് തോന്നി, അങ്ങനെ കൊണ്ടുപോയി കേസ് കൊടുത്തു. നീ എന്തിനു പൊക്കി പറഞ്ഞു? അതെ, അവള് കുന്തി ദേവിയാണെന്നും പിന്നെ അവളെ കണ്ടാൽ നല്ല വികാരവടിവാണെന്നൊക്കെയാണ് പറഞ്ഞത്. നിന്റെ കുന്തി എനിക്ക് മനസ്സിലായി. അല്ല, ഈ വികാരവടിവെന്ന് വെച്ചാൽ തോന്നുന്നു? അല്ല, സത്യം പറഞ്ഞ ആകാരവടിവെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ കുറച്ച് കയറ്റി വികാരവടിവെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആകാരവടിവ് കാണുമ്പോഴാണ് അതിന്റെ വികാരം വരുന്നത്. കുറച്ച് ദിവസം അകത്ത് കിടന്നില്ലേ, മുഖത്ത് കാണുന്നുണ്ട് ആ വികാരം. എടാ, നിനക്ക് അവളെ കാണുമ്പോ കുന്തി ദേവിയായിട്ടോ ഐശ്വര്യ റായിട്ടൊക്കെ തോന്നിക്കോട്ടെ, പക്ഷെ അത് നിന്റെ മനസ്സിലിരിക്കണം. മനസ്സിലായ? ഈ സോഷ്യൽ മീഡിയയിൽ ഒന്ന് തുലിക്കാനുള്ളതല്ല. പിന്നെ നിന്റെ വികാരവടിവ്, ഇത് മ്ലേച്ഛമായ ഭാഷയാടാ അത്. അല്ല, ഞാൻ ഈ ഡബിൾ മീനിങ്ങിന്റെ ആളാണല്ലോ, അങ്ങനെ പറഞ്ഞതാണ്. ഡബിൾ മീനിങ്ങിന് ഇപ്പം വാനിറച്ച് കിട്ടിയില്ലേ? തൃപ്തിയായില്ലേ? ഏറെക്കുറെ. എന്നാലും ഞാൻ വിടൂലടാ. കോൺകർ ദ വേൾഡ് വിത്ത് ലവ്. കോൺഗ്രേറ്റ് അവന്റെ പറി.